അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിദുദ്ദീൻ വൽ ഖുർആൻ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്. ഓരോരോ മജ്ലിസിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്തു നോക്കിയാലും ധാരാളം ദുആ വസിയത്തുകളാണ്. പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പല ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട്, ഹലാലായ മുറാദുകൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ നീ ഹസിലാക്കണേ അല്ലാ, നീ പരിപൂർണ്ണ നിലക്ക് നീ ഹസിലാക്കണേ അല്ലാ. ആരെല്ലാമാണോ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചത്, ദുആ വസിയത്തുകൾ അറിയിച്ചത്, വാട്സപ്പിലേക്ക് ദുആ വസിയത്തുകൾ അറിയിച്ചത്, നേരിൽ കണ്ട് ദുആ വസിയത്തുകൾ അറിയിച്ചത്, അല്ലാഹ് അവരുടെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്, പരിപൂർണ്ണ നിലക്ക് നീ ഹസിലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിന് ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെച്ചവർ, ഇതിൻ്റെ മുഹിബ്ബീങ്ങൾ, ഇതിൻ്റെ പ്രചാരകർ, ഇതിൻ്റെ ഖാദിമീങ്ങൾ, അല്ലാഹുവേ ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, അല്ലാഹുവേ ഒരു നിലക്കും നീ കൊയക്കല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ടുകളോ ഇടങ്ങേറുകളോ പ്രയാസങ്ങളോ നീ നൽകല്ല അല്ലാഹ്. ഇരു വീട്ടിലും അല്ലാഹ് അവർക്ക് നീ വിജയം നീ നൽകണം അല്ലാഹ്. പരാജിതരല്ലാ ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ്, നീ ഉൾപ്പെടുത്തല്ല തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് നമ്മളെ ദിക്ർ ദുആ മജ്ലിസാണ്. ദിക്ർ ദുആ മജ്ലിസ് ശഅബാൻ 15-ന്റെ ബറാഅത്തിൻ്റെ പുണ്യമാക്കപ്പെട്ട രാവ് നമ്മൾ ഇന്ന് കടന്നു. ബറാഅത്തിൻ്റെ നോമ്പ് നമ്മൾ ഇന്ന് കഴിഞ്ഞു. ഇനി നമ്മളിലേക്ക് വരുന്നത് പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ പവിത്രമാക്കപ്പെട്ട റമളാൻ മാസമാണ്. ഇനിയുള്ള ദിവസങ്ങൾ പവിത്രമായ റമളാനിനെ വരവേൽക്കേണ്ട ദിവസങ്ങളാണ്. പുണ്യങ്ങളേറെ നിറഞ്ഞ രാവുകളും ദിനങ്ങളുമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ. ഈ ഉള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളൂ പവിത്രമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് സമാഗതമാകും. മുഅ്മിനീങ്ങളെ, ധാരാളം അമലുകൾ ചെയ്യാൻ, ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ കുറച്ച് ദിവസങ്ങൾ അല്ലാഹ് ഇബാദത്തിലായി, ദിക്റിലായി, ദുആയിലായി, സ്വലാത്തിലായി ചെലവഴിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഉള്ള ദിവസങ്ങൾ ഏറ്റവും വിലപ്പെട്ട ദിവസങ്ങളാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ധാരാളം ദിക്റുകൾ നമ്മൾ അധികരിപ്പിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ശഅബാനിലെ പകുതി തൊട്ട് റമളാൻ വരെ ചൊല്ലേണ്ട ദിക്റുകൾ ഇൻഷാ അല്ലാഹ് അതാണ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദിക്റുകളും ദുആകളും ഇൻഷാ അല്ലാഹ് ചൊല്ലി ഈ മജ്ലിസിൽ ഒരു 11 പ്രാവശ്യം നമുക്ക് കൂട്ടമായിരുന്നു ചൊല്ലണം. നമുക്ക് ചൊല്ലണം എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ. ധാരാളം മുറാദുകൾ നമ്മൾ ഹസിലാവാൻ, നമുക്ക് ധാരാളം ആഗ്രഹങ്ങളുണ്ട്, അത് നടന്നു കിട്ടാൻ. വലിയ ഇടുക്കിലും വലിയ നെരുക്കത്തിലുമാണ് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ ഉള്ളത്. അതിന് വലിയ സംരക്ഷണം ഉണ്ടാവാൻ ഇതിനൊക്കെ പറ്റിയ ദിക്റുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അതിലൊരു 11 പ്രാവശ്യം നമുക്ക് ചൊല്ലി കൂട്ടമായിരുന്നു ദുആയും കഴിഞ്ഞ് നമുക്ക് പിരിയണം. കാരണം നമ്മൾ ഓരോ ദിക്റുകൾ പറയുന്ന സമയത്ത് നമ്മൾ വലിയ പ്രയാസത്തിലായിരിക്കും, വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. ചിലർ പറയാറുണ്ട്, തങ്ങളെ വലിയ കടബാധിതനായിരുന്നു, അല്ലെങ്കിൽ വലിയ നെരുക്കത്തിലായിരുന്നു, അതിൽ നിന്ന് കൈച്ചിലായത് എനിക്ക് തന്നെ അറിയില്ല, അതെങ്ങനെ കൈച്ചിലായി, ഞാൻ തന്നെ വിശ്വസിക്കുന്നില്ല ഞാൻ അതിൽ നിന്ന് കൈച്ചിലാവോ ഇല്ലേ എന്നുള്ളത്. അതിൽ നിന്ന് എന്തോ ഒരു അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ കഴിഞ്ഞു. ആ നെരുക്കത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു തങ്ങളെ, ആ കുടുക്കിൽ നിന്ന് ഞാൻ കൈച്ചിലായി. ചിലർ പറയാറുണ്ട്, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്ന് എന്നെ സമീപിക്കുന്നവർ പറയാറുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു നിദാനം നമ്മൾ ചൊല്ലിയ ദിക്റുകളാണെന്ന് മുഅ്മിനീങ്ങളെ, നമ്മൾ ചൊല്ലിയ സ്വലാത്തുകളാണ് മുഅ്മിനീങ്ങളെ. ഇതുപോലുള്ള മജ്ലിസിൽ ഇരുന്നത് കൊണ്ടാണ്, ഇരുന്ന് ചൊല്ലിയത് കൊണ്ടാണ് മുഅ്മിനീങ്ങളെ അത്തരം പ്രയാസത്തിൽ നിന്ന്, അത്തരം കുടുക്കിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ അതിൻ്റെ ത്വരീഖ്, അതിൻ്റെ വഴി അല്ലാഹു തുറന്നിട്ട് നിൽക്കുന്നത്. ലക്ഷക്കണക്കിന് കടമുള്ളവരുണ്ട്, ആയിരങ്ങൾ കടമുള്ളവര്, ലക്ഷക്കണക്കിന് കടമുള്ളവര്, കോടിക്കണക്കിന് കടമുള്ളവരുണ്ട്, കടബാധിതര്, പ്രയാസപ്പെടുന്നവര്. നമ്മൾ തന്നെ വിചാരിക്കുകയാണ് അതിൽ നിന്ന് ഞാൻ കേസിലാവൂല, ആ കുടുക്കിൽ നിന്ന് കെണിയിൽ നിന്ന് ഞാൻ കേസിലാവൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു സമയത്തായിരിക്കും നമ്മൾ ഈ ചൊല്ലിയ ദിക്റിന്റെ ആ ഒരു പവർ അവിടെ കാണിക്കുന്നത് മുഅ്മിനീങ്ങളെ. അപ്പം അതിൻ്റെ വഴി അല്ലാഹു തുറന്നിട്ട് നൽകും. അപ്പം അതിൻ്റെ ഒരു ത്വരീഖ്, അതിൻ്റെ ഒരു വഴി അല്ലാഹു തുറന്നിട്ട് നൽകും. അവിടെ നമുക്ക് രക്ഷയുണ്ടാകും. അല്ലാഹുവേ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ വലിയ സലാമത്ത് നീ നൽകണേ നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. ചിലർ പറയാറുണ്ട് തങ്ങളെ എന്താണെന്നറിയില്ല, ഞാൻ മജ്ലിസുകൾ കാണാറുണ്ട്, ദിക്റുകൾ ചൊല്ലാറുണ്ട്. ഒരു സമയത്താണ് തങ്ങളെ മജ്ലിസ് എൻ്റെ കണ്ണുമുന്നിലെത്തുന്നത്. ഞാനത് കാണുന്ന നമ്പറിൽ വിളിക്കുകയും തങ്ങളെ നേരിട്ട് വന്ന് കാണുകയും ചെയ്തു. എൻ്റെ കാര്യം അതുകൊണ്ട് റെഡിയായി തങ്ങളെ. ഞാൻ അവരോട് പറയാറുണ്ട്, ഇതിനൊരു ഖളാ ഉണ്ട് മുഅ്മിനീങ്ങളെ, ഇതിനൊരു ഖളാ ഉണ്ട്. നമ്മളെ കാര്യം റെഡിയാവാനും നമ്മളെ കാര്യങ്ങൾ ശരിയാവാൻ. അതാ ഞാൻ പറഞ്ഞത്, അല്ലാഹു അതിൻ്റെ വഴി തുറന്നിട്ട് തരും. നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, ഇതുപോലുള്ള മജ്ലിസിലിരുന്നാൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, നമ്മൾ ആഗ്രഹങ്ങൾ പൂവണിയാൻ, നമ്മളെ രോഗത്തിന് ശിഫ ലഭിക്കാൻ, വൈശാചികമായ ഉപദ്രവങ്ങൾ കുടുങ്ങി നിൽക്കുന്നവർക്ക് വലിയതിന് സംരക്ഷണം ലഭിക്കാൻ, അപ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള നമ്മളെ പോലുള്ള മജ്ലിസ് നിങ്ങളെ കണ്ണുമുന്നിലെത്തുന്നത്. ഇതിൽ വിളിച്ച് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയും നിങ്ങളെ കാര്യങ്ങൾ റെഡിയാവുകയും ചെയ്യുന്ന അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ ഇതുപോലുള്ള മജ്ലിസിലിരുന്നു കൊണ്ട് ദിക്റുകൾ ചൊല്ലാൻ, സ്വലാത്തുകൾ ചൊല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിലും രാവുകളിലുമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അർഹമുർ റഹീമീനായ നീ സ്വീകരിക്കണേ നീ കബൂലാക്കണേ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണ് ഞങ്ങളിലേക്ക് കടന്നു വരുന്നത്. അർഹമുർ റഹീമീനായ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ, ധാരാളം ദിക്റുകൾ ചൊല്ലാൻ, ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ, ധാരാളം ഖത്മുകൾ ഓതി തീർക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നീ ഭാഗ്യം നൽകണേ നീ ഭാഗ്യം നൽകണേ അതിനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നൽകണേ അതിനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദിക്റുകളാണ്. ആ ദിക്റുകൾ എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, വലിയ പ്രയാസത്തിലും വലിയ അടങ്ങേറിലും വലിയ ബുദ്ധിമുട്ടിലുമാണ്. ഇതിനൊക്കെ വലിയ സംരക്ഷണം ഉണ്ടാവാൻ, നമ്മൾ ആഗ്രഹങ്ങൾ പൂവണിയാൻ ചൊല്ലിക്കോ. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്, ഏറ്റു ചൊല്ല്. എല്ലാ ദിക്റുകളും ഒരു 11 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. നമുക്ക് ഈ മജ്ലിസിൽ നിന്ന് ചൊല്ലാം.
അതിനു മുമ്പ് ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ മജ്ലിസിലേക്ക് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, സ്ഥിരമായി ബന്ധപ്പെടുന്ന ആളുകൾ, അവരൊക്കെ വിളിച്ചു ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിങ് ഉള്ളത്. നേരിട്ട് വന്ന് കാണാനായിരുന്നു, ഞങ്ങളെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനൊരു വലിയൊരു പരിഹാരം തേടാനാണ്. ഇനി എന്നാ തങ്ങളെ കൺസൾട്ടിങ് ഉള്ളത്? ഇന്ന് കൺസൾട്ടിങ് ഉണ്ട്, ഇന്ന് തിങ്കളാഴ്ചയാണ് കൺസൾട്ടിങ് ഉണ്ട്. ഇന്ന് കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച. ഇന്ന് ഏകദേശം ആൾ ഫുള്ളായിട്ടുണ്ട്, ബുക്കിംഗ് ഫുള്ളായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. ബുക്ക് ചെയ്യാതെ ആരും വരരുത്. കാരണം ധാരാളം ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വരുന്നതാണ്. ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന നമ്പറിൽ എല്ലാവരും ബുക്ക് ചെയ്ത് ലാസ്റ്റായിരിക്കും. അപ്പം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് കൺസൾട്ടിങ് കഴിഞ്ഞ് നോട്ടവും കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്താനും ലേറ്റാവും. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്ത് വരണേ. അല്ലാഹുവേ, ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകളെ, ഇടങ്ങേറുകളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. റഹ്മുർ റഹീമീനായ തമ്പുരാനെ, വലിയ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്, തീർന്ന പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, സങ്കട കണ്ണീരുകൾ പറഞ്ഞുകൊണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ മരപ്പടിയിൽ വന്ന പ്രയാസങ്ങൾ പറയുന്നവർ അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹുവേ നീ മാറ്റി നൽകണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെയും ഇടങ്ങേറുകളെയും നീ മാറ്റി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിൻ്റെ ആ സദസ്സിലേക്ക് കടക്കാം, ദിക്റിൻ്റെ മജ്ലിസിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചൊല്ലാൻ എല്ലാവരും കൂട്ടമായിരുന്ന് എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ കൂട്ടമായിരുന്ന് ചൊല്ലി ദുആ ചെയ്യുന്ന സമയത്ത് ദുആയിൽ നമ്മൾ പങ്കെടുത്താൽ നമ്മൾ ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ മജ്ലിസ് വീക്ഷിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ. അതിൽ നിന്ന് ഒരാൾ ഒരു ആബിദായ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾ ആമീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിക്ർ മുതലായി, നമ്മൾ ചൊല്ലിയ ദുആ മുതലായി, നമ്മൾ ആമീൻ പറഞ്ഞത് മുതലായി, നമ്മൾ ചൊല്ലിയ സ്വലാത്ത് മുതലായി, എല്ലാം മുതലായി. നമ്മളെല്ലാം മജ്ലിസിൽ ദുആ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇതിനു വേണ്ടിയാണ്. ദുആക്ക് വലിയ ഇജാബത്ത് ലഭിക്കുന്ന മജ്ലിസാണിത്, ലഭിച്ച മജ്ലിസാണ്. കാരണം ധാരാളം അനുഭവങ്ങളാണ്, വലിയ വലിയ കേസുകൾ. ഈ അടുത്തൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ എൻ്റെ വയറ്റിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു, ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. എറണാകുളത്തുള്ളൊരു സഹോദരിയാണ്. ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ തങ്ങളെ മജ്ലിസിലിരുന്നു. ഞാൻ എല്ലാ ദിക്റുകളും ചൊല്ലാറുണ്ട്. ഉപ്പാപ്പയുടെ പേരിൽ എല്ലാ ദിവസവും 11 ഫാത്തിഹ ഞങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ ഓതാറുമുണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ ഈ അടുത്താണ് രണ്ടാമതായിട്ട് ഞാൻ സ്കാനിങ്ങിന് പോയത്. അവര് എല്ലാവിധ സ്കാനിങ്ങും ചെയ്തു. അൽഹംദുലില്ലാ അത് നീങ്ങിയിട്ടുണ്ട്. ആ മുഴ നീങ്ങിയിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ട് കഴിഞ്ഞ ദിവസമാണ് ആ സഹോദരി എന്നെ വിളിച്ചത്. അങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ, മിറാക്കിളുകൾ, ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ മിറാക്കിളുകൾ സംഭവിച്ചിട്ടുണ്ട്. അവരവസാനം പറയൽ, നിങ്ങൾ ദുആ ചെയ്യ്. ഡോക്ടർമാർ പറയൽ എന്താണ്? കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയൽ, ഇതിന് നിങ്ങൾ ദൈവത്തിനോട് പറയാറില്ലേ? അതുപോലുള്ള അവരുടെ അവസ്ഥയിൽ പറഞ്ഞാൽ ഒരു മിറാക്കിൾ, അത്ഭുതം സംഭവിക്കണം. ഇതുപോലുള്ള അത്ഭുതങ്ങൾ അതിനെന്ത് വേണം? നമ്മൾ ധാരാളം ദിക്റുകൾ ചൊല്ലണം. ദിക്റുകൾ ചൊല്ലി നമ്മളെ ചുണ്ടിനും നാവിനും ഒരു ആനന്ദം പകരണം. ചൊല്ലണം.
ധാരാളം ദിക്റുകൾ നമ്മൾ ചൊല്ലുന്ന ദിക്റാണെങ്കിലും ആ മജ്ലിസിലിരുന്ന് ഇത് നമുക്ക് അറിയുന്ന ദിക്റാണ്. ഞാൻ ഇപ്പം ഇതിനെന്ത് ചൊല്ലണം, ഇത് ഞാൻ ചൊല്ലണില്ലേ, എനിക്ക് അറിയുന്ന ദിക്റല്ലേ, അതല്ല വേണ്ടത്. ഇതൊരു കൂട്ടമായിട്ടുള്ള ഒരു മജ്ലിസാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മജ്ലിസിലിരുന്ന് ചൊല്ലി ആ ദുആയിലും പങ്കെടുത്താൽ നിങ്ങളെ വീട്ടിൽ അല്പം ഞങ്ങൾ 3 ആളായിരിക്കും ഇത് കാണുന്നത്. ഇത് പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കാണുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒരു ആബിദായ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാൾ ആമീൻ മനസ്സറിഞ്ഞ് മനസ്സ് തട്ടിപ്പറഞ്ഞാൽ അള്ളാഹു ആ ആമീൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചൊല്ലിയ സ്വലാത്തില്ലേ, നിങ്ങൾ ചൊല്ലിയ ദിക്റില്ലേ, ആ ദുആയില്ലേ, ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിച്ചു. അപ്പോഴായിരിക്കും ഇതിൻ്റെ പ്രയാസം മാറല്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എവിടുന്നെന്ന് അറിയില്ല, ആ പ്രയാസം നീങ്ങി, ആ കടങ്ങൾ വീടി. ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നത്. എൻ്റെ മുന്നിലേക്ക് അവൻ വരുന്നത്, അവർ സഹായിക്കാന്ന് പറഞ്ഞത്, അവർ വന്നുകൊണ്ട് സഹായിക്കാന്ന് പറഞ്ഞത്, അപ്പൻ്റെ കടം വീടി, എൻ്റെ പ്രയാസങ്ങൾ നീങ്ങി. പറയാറില്ലേ, എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് എന്താണ് മുഅ്മിനീങ്ങൾ? അതിൻ്റെ നിദാനം നമ്മൾ ചൊല്ലിയ ദിക്റുകളാണ്, നമ്മൾ ചൊല്ലിയ സ്വലാത്തുകളാണ്, നമ്മൾ പങ്കെടുത്ത ദുആകളാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. വലിയ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. ഞാൻ പറഞ്ഞതുപോലെ ഉപ്പാപ്പമാരുടെ കാവലുള്ള മജ്ലിസ് ആയതുകൊണ്ട് ദുആക്ക് വലിയ ഇജാബത്ത് ഉണ്ടാവും. ധാരാളം അനുഭവങ്ങൾ പറഞ്ഞ് നമ്മളെ സമയം നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാത്ത ഓരോരോ അനുഭവങ്ങൾ. നിങ്ങൾക്ക് തന്നെ അറിയാലോ, കാരണം ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത്. അവർക്ക് തന്നെ ധാരാളം അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദിവസങ്ങളോളം നമുക്ക് പറയാനുണ്ട്, ദിവസങ്ങളോളം അത് തന്നെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതോ 1-2 അനുഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോരോ സമയത്തിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിൻ്റെ ആ മജ്ലിസിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടക്കാം. അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓരോരോ ദിക്റുകൾ ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 11 പ്രാവശ്യം എല്ലാ ദിക്റുകളും നമ്മുടെ സ്ക്രീനിൽ കാണിക്കും. അത് നോക്കി ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ലും. ശഅബാൻ അവസാനിച്ചു, റമളാൻ അടുത്ത് വരുന്ന സമയത്ത് മഹാന്മാര് ചൊല്ലാൻ പറഞ്ഞ ദിക്ർ. ശഅബാൻ അവസാനിച്ച് റമളാൻ ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് മഹാന്മാര് ധാരാളമായി ചൊല്ലിയ ദിക്ർ, ചൊല്ലാൻ നമ്മളോട് കൽപ്പിച്ച ദിക്ർ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ, ഇടങ്ങേറുകളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ മഹാന്മാര് പറഞ്ഞു തന്ന ദിക്ർ. ഏതാണ് ആ ദിക്ർ? ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, 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 യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്ർ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ തമ്പുരാനെ. ഇതിന്റെ കാരണത്താൽ ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടുകളെയും ഇടങ്ങേറുകളെയും നീ തീർത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് മനസ്സിന് വലിയ സമാധാനം നൽകണേ അല്ലാഹ്, നീ റാഹത്ത് നൽകണേ
നൽകണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്ന അല്ലാഹുവേ, ആ തടസ്സങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനേ. എല്ലാ നിഅമത്തുകളും നമുക്ക് ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ദുആഇനെ പതിവാക്കണേ. ഈ ദുആഇനെ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നമുക്ക് ഏറ്റുചൊല്ലാം. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല് നമുക്ക് ഏറ്റുചൊല്ലാം, ഏറ്റു ദുആ ചെയ്യാം. ഈ ദുആഇനെ വലിയ നിഅമത്തുകൾ ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ധാരാളം മുറാദുകളുണ്ട്. അത് ഹസിലാവാൻ ഓരോരോ മുറാദുകൾ പറയുന്നവരുണ്ട്. ഒരു ഹൈറായ വീട് ലഭിക്കാൻ, ഒരു കുഞ്ഞിക്കാല് ലഭിക്കാൻ, ഒരു ജോലി ലഭിക്കാൻ, ധാരാളം അതുപോലുള്ള മുറാദുകളുള്ളവര് നമ്മളെ മജ്ലിസ് കാണുന്നവരിലുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ ഹലാലായ മുറാദുകളെ നീ ഹസിലാക്കണേ അല്ലാഹ്. നീ ഹസിലാക്കണേ തമ്പുരാനെ. നമ്മളെ മുറാദുകൾ ഹസിലാവാൻ, വലിയ നിഅമത്തുകൾ ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഈ ദുആഇനെ ഏറ്റുചൊല്ല്. اللهم افتح لنا ابواب الخير وابواب البركه وابواب العزه وابواب السلامه. اللهم افتح لنا ابواب الخير وابواب البركه وابواب العزه وابواب السلامه. اللهم افتح لنا ابواب الخير وابواب البركه وابواب العزه وابواب السلامه. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ കരുണക്കടലായ തമ്പുരാനെ, ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നിഅമത്തുകൾ അല്ലാഹ് നീ നൽകണേ അല്ലാഹ്. വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാലത നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആഗ്രഹങ്ങളെ നീ പൂർണ്ണീകരിച്ചു നൽകണേ അല്ലാഹ്. ഹലാലായ മുറാദുകൾ നീ ഹസിലാക്കണേ അല്ലാഹ്. ഒരു വീടില്ലാത്തവർ തങ്ങളെ ഒരു വീടിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ഒരു ഭവനം, ഒരു മസ്കൻ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാഹ്. ഹൈറായ സന്താന ഭാഗ്യം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ജോലി ഇല്ലാത്തവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അതിൽ അല്ലാഹുവേ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സാലറിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടും അല്ലാഹ് ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നീ തീർത്ത് സലാമത്ത് അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് നമ്മൾ ചൊല്ലാൻ പോകുന്ന ദിക്ർ, മരിക്കുന്ന സമയത്ത് ഈമാൻ ലഭിക്കാൻ, ഉസ്നുൽ ഖാത്തിം അന്ത്യം നന്നാവാൻ, ഈമാനോടുകൂടിയുള്ള മരണം ലഭിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കാൻ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അതിന് വേണ്ടി ഒരു 11 പ്രാവശ്യം എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. ഈ ദിക്റിനെ ചൊല്ല്.
يا ذا الجلال والإكرام اتنا على دين الإسلام يا ذا الجلال والإكرام اتنا على دين الإسلام يا ذا الجلال والإكرام اتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام اتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام اتنا 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 على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ കരുണക്കടലായ തമ്പുരാനെ അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ ഈ ദിക്ർ ഞങ്ങൾ ചൊല്ലി ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ് ഈമാൻ നിറവടിയാക്കണേ തമ്പുരാനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്തു പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ് മരിക്കുന്ന സമയത്ത് അല്ലാഹ് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞ് അല്ലാഹ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ് ഞങ്ങളെ ചേർക്കണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് അടുത്തത് നമ്മൾ ചൊല്ലാൻ പോകുന്നത് മജ്ലിസിൽ ചൊല്ലാൻ പോകുന്നത് 30-ലധികം മലക്കുകൾ ആര് ആദ്യമെയ്തും എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ എത്തിക്കുമെന്ന വിഷയത്തിൽ വലിയ തർക്കമായ ദിക്റ് വലിയ മഹത്വമേറിയ ദിക്റ് മലക്കുകൾ പ്രയാസപ്പെട്ട ദിക്റ് ഏതാണ് ദിക്റ് ഏതാണ് ദിക്റ് ആ ദിക്റ് ആരെങ്കിലും ചൊല്ലിയാൽ അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി നൽകും അവന്റെ ബുദ്ധിമുട്ടുകളെയും ഇടങ്ങേറുകളെയും അല്ലാഹു തീർത്ത് അവനക്ക് വലിയ സമാധാനം നൽകും അവനക്ക് വലിയ സമാധാനം അല്ലാഹു നൽകുമെന്ന് പറഞ്ഞ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ഏതാണ് ദിക്ർ ഒരു 11 പ്രാവശ്യം നമുക്ക് ചൊല്ലാം നമുക്ക് കൂട്ടമായി ചൊല്ലാം റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ ربنا لك الحمد حمدا كثيرا طيبا مباركا فيه 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 أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ് ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ തീർത്ത് നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ബറക്കത്തും നിഅമത്തും നീ നൽകണേ അല്ലാഹ് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം റുകൂഇലും സുജൂദിലും ധാരാളം അധികരിപ്പിച്ച ദിക്ർ നമുക്ക് ചൊല്ലാം ഒരു 11 പ്രാവശ്യം ഈ ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസിൽ ഇരുന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം അതുകൊണ്ട് നമ്മളെ പ്രയാസം അല്ലാഹു മാറ്റി നൽകട്ടെ നമ്മളെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു തീർത്ത്
നൽകട്ടെ. കടങ്ങളുള്ളവർ ഈ മജ്‌ലിസ് കാണുന്നവരിലുണ്ട്, അത് തീർത്ത് അല്ലാഹു കടത്തിൽ നിന്ന് വലിയ സംരക്ഷണം അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ചൊല്ല്, എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. സുബ്ഹാൻ ഖുദ്ദൂസും റബ്ബുൽ മലായികത്തി വറൂഹ്, 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 സുബ്ഹാൻ ഖുദ്ദൂസുൻ 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 റബ്ബുൽ മലായികത്തി വറൂഹ്. അർഹമർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സുകളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, കിബ്ർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഒരു പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ. മനസ്സിനെയും ഹൃദയത്തെയും നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, നീ സംശുദ്ധമാക്കണേ അല്ലാഹ്, നീ സംശുദ്ധമാക്കണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, ദുആഇനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ അല്ലാഹ്, അതിന്റെ കാരണത്താൽ ഞങ്ങളെ പ്രയാസങ്ങൾ നീ തീർത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നൽകല്ലേ അല്ലാഹ്, എടങ്ങേറുകൾ നൽകല്ലേ അല്ലാഹ്. നമ്മുടെ മജ്‌ലിസ് കാണുന്നവരിൽ ധാരാളം ആളുകൾ പല മുറാദുകൾ ഉള്ളവരുണ്ട് അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ പരിപൂർണ്ണ നിലയ്ക്ക് നീ ഹാസിലാക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ തമ്പുരാനെ, ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ദീനിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ്, നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ്. അവരെ ജോലിക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. ജോലി തടസ്സമുള്ളവർക്ക് അല്ലാഹ് തടസ്സങ്ങൾ നീങ്ങി ഹൈറായ ജോലി അടുപ്പിക്കണേ അല്ലാഹ്. ജോലിയുള്ളവർക്ക് അതിലല്ലാഹ് വലിയ ബർക്കത്ത് നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് അവരുടെ സാലറിയിൽ അഭിവൃദ്ധി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിവാഹ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞവരുണ്ട് അല്ലാഹ്. അവരെ തടസ്സങ്ങൾ മാറി ഒരു ഹൈറായി ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ഒരു ഹൈറായി ഇണകളെ നീ അടുപ്പിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ നമ്മളെ മജ്‌ലിസ് കാണുന്നവരെ രോഗികളാണ് അല്ലാഹ്. രോഗശമനം നീ നൽകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നിത്യരോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. നിത്യരോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. നിത്യരോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അത്തരം രോഗങ്ങളല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാഹ്.
അത്തരം പരീക്ഷണങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ നീ നൽകല്ലോ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലോ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലോ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലോ തമ്പുരാന്. റഹ്മുർ റഹീമീനായ അല്ലാഹ് ധാരാളം ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട് അല്ലാ. റഹ്മുർ റഹീമീനായ തമ്പുരാനെ അവരെ ഹലാലായ മുറാദുകളെ നീ ഹസനാക്കണേ അല്ലാ, നീ ഹസനാക്കണേ തമ്പുരാനെ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ തളർത്തല്ലോ അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ നൽകല്ലോ അല്ലാ, പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലോ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്ന അവസ്ഥ എൻ്റെ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ലോ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ലോ അല്ലാ, നീ കൊടുക്കല്ലോ അല്ലാ. അത്തരം അവസ്ഥ നീ കൊടുക്കല്ലോ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ തമ്പുരാനെ അവരെ ജോലിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ ബിസിനസ്സിൽ അല്ലാഹ് നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, ബർക്കത്തേകണേ അല്ലാ, ബർക്കത്തേകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ തമ്പുരാനെ എൻ്റെ ദ്വീപിലുള്ള എൻ്റെ ദ്വീപ് നിവാസികൾ അല്ലാഹുവേ അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ അല്ലാ, ഇടങ്ങേറുകൾ കൊടുക്കല്ലോ തമ്പുരാനെ. ഈ മജ്ലിസ് സ്ഥിരമായി കാണുന്നവരുണ്ട് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ. റഹ്മുർ റഹീമീനായ അല്ലാ തക്കതായ പ്രതിഫലം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഇരു വീട്ടിലും അല്ലാ അവർക്ക് രക്ഷ പ്രദാനം ചെയ്യണേ അല്ലാ. അവരെ ജീവിതത്തിൽ ബർക്കത്ത് നീ കൊടുക്കണേ അല്ലാ, നിഅമത്ത് നീ കൊടുക്കണേ അല്ലാ. റഹ്മുർ റഹീമീനായ അല്ലാ ഞങ്ങളെയും അവരെയും നീ കാത്തോളണേ അല്ലാ, കാത്തു സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. നട റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലോ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലോ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞ് മരിക്കുന്ന മുത്തഖീകൾ ഞങ്ങളെ ചേർക്കണേ അല്ലാ. പെടുന്നതിനുള്ള മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. ഈ സയ്യിദിയ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവർ ഇന്ന് കാറടി മണ്ണിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അല്ലാഹുവിന്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ഖബറിടം കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ ഒരു നൂറാനിയത്തായ ഒരു പ്രകാശമായി എത്തിക്കണേ അല്ലാ. അവരെ ഖബറുകളിലേക്ക് സ്വർഗ്ഗത്തിനൊരു കവാടം നീ തുറന്നിട്ട് നൽകണേ അല്ലാ, നീ തുറന്നിട്ട് നൽകണേ അല്ലാ. റഹ്മുർ റഹീമീനായ തമ്പുരാനെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുടെ പ്രതീക്ഷ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. റഹ്മുർ റഹീമീനായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിലുള്ളവർക്ക് വേണ്ടിയാണ് അല്ലാഹ് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉമ്മാന്റെ ഖബറിടം നീ റാഹത്തിലാക്കണം അല്ലാഹ്, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ അവരെ ഖബറിലേക്ക് ഒരു നൂറാനിയത്തായ ഒരു പ്രകാശമായി എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. പൊന്നുമ്മാന്റെ ഖബറിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്നൊരു കവാടം അല്ലാഹ് നീ തുറന്നിട്ട് നൽകണേ അല്ലാഹ്, നീ തുറന്നിട്ട് നൽകണേ തമ്പുരാനെ. ഉമ്മ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും ഖബറിലേക്ക് ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ അതുപോലെ ഞങ്ങളും മൗത്താകും അല്ലാഹ്. ഞങ്ങളെ വീടിൻ്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി എന്ന് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടും അല്ലാഹ്. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ
ജനാസയും കൊണ്ട് ചുമന്നു പോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. ഊരൊക്കെ കൊണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും. അല്ലാഹ് ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. എൻ്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാഹ്, നീ വിശാലത നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലി ഞങ്ങൾ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ ഭയാനകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്, നീ ഹറാമാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവരെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്, നീ സ്നേഹിക്കണേ അല്ലാഹ്, നീ സ്നേഹിക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്‌ലിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. ഇവിടെ ഈ സയ്യിദിയ്യ മജ്‌ലിസിൻ്റെ കീഴിൽ ഇരു ഹറമുകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ ആ പുണ്യഭൂമിയിലൊന്ന് ചെന്ന് മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി ബുക്ക് ചെയ്യും. എന്നിട്ട് സീറ്റുകൾ ഇൻഷാ അല്ലാഹ് ഉറപ്പുവരുത്തുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പുണ്യഭൂമിയിൽ നിന്ന് ചെന്ന് നമ്മുടെ നേതാവിൻ്റെ അടുത്ത് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാനല്ലോ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.